الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് എന്തൊക്കെ പ്രത്യേകതകൾ തന്നിട്ടുണ്ടോ ആ പ്രത്യേകതകളുടെ എല്ലാം കാരണമായി അല്ലാഹു തആല പറഞ്ഞത് ഈ മാസത്തിൽ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു എന്നുള്ളത്. ഖുർആൻ മാത്രമല്ല, മറ്റു മുഴുവൻ വേദഗ്രന്ഥങ്ങളും അല്ലാഹു അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏടുകളും അല്ലാഹു അവതരിപ്പിച്ചതും ഇതേ റമദാനിലാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഖുർആൻ അവതരിപ്പിച്ച മാസത്തിൽ ഖുർആന് നമ്മളും എവിടെ നിൽക്കുന്നു എന്നൊരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഖുതുബ നമ്മൾ വിനിയോഗിക്കുന്നത്. ലോകത്തേറ്റവും ഉത്തമമായ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ പൂർവിക സമുദായങ്ങൾ 1000-ന് മേലെ ലൈഫ് ഉണ്ടായിരുന്ന ആളുകളാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ എന്റെ ജനതയെ ഞാൻ ക്ഷണിക്കുമ്പോൾ ആ വർഷം പറയുന്നുണ്ട് 1000-ൽ നിന്ന് 50 ഒഴികെയെന്ന പറഞ്ഞ്. അപ്പൊ 950 വർഷം പ്രബോധനം നടത്തുമ്പോൾ ആയുസ് എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആയിഷ പറഞ്ഞത് അമാറു ഉമ്മത്തി മബൈന 60 വ 70, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ചെറിയ ആയുസ് കൊണ്ട് അവരെക്കാൾ കൂടുതൽ പുണ്യങ്ങളെ ചെയ്യാൻ,
അവരെക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യാൻ, അവരെക്കാൾ മുമ്പ് സുന്ദരമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കാൻ ഒരുപാട് പ്രത്യേകതകളും അമല് ചെയ്യാനുള്ള അവസരങ്ങളും അല്ലാഹു തആല തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ ഉമ്മത്തിലെ കുറെ ആളുകൾ നരകത്തിൽ വന്ന് വീഴാൻ. ഇത് കാണുമ്പോൾ ഉത്തമമായ ഒരു സമുദായം ഉണ്ടായിട്ട് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്തെന്നറിയോ? ഇൻസാലുൽ കുതുബി വ ഇർസാലുർ റുസുൽ എന്നാണ് അതിനെ പഠിപ്പിക്കപ്പെട്ടത്. വേദഗ്രന്ഥങ്ങളുടെ അവതീർണതയാണ്. അതുപോലെ തന്നെ അതിനെ പഠിപ്പിച്ചു തരാൻ അള്ളാഹുവിന്റെ ദൂതന്മാര് നമ്മിലേക്ക് വന്നു എന്നുള്ളത് വലിയ നിഅമത്താണ്. അഥവാ അള്ളാഹു ഒരു ഖുർആനിനെ തന്നു, ആ ഖുർആനിനെ പഠിപ്പിച്ചു തരാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പ്രവാചകനെ തന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ ഉമ്മത്തിലെ ആളുകൾ നരകത്തിലേക്ക് വന്ന് വീഴുമ്പോ അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയുന്നുണ്ട്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവർ അവഗണിച്ചവരാണ്, അഗണ്യകോടിയിലേക്ക് ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർ നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇനി ആ ആളുകൾക്ക് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ കൂടെ പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന 3ഓളം ഹദീസുകളെ കാണാം. അതിലൊരു ഹദീസിൽ 1549 നമ്പർ ഹദീസ്, റിയാദുസ് സാലിഹീനിൽ വലിയ വലിയ പാറകളെ കൊണ്ട് തലയിങ്ങനെ എറിഞ്ഞ് തകർക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അവരുടെ തലകൾ അവിടെ ചതഞ്ഞരഞ്ഞു പോകുന്നുണ്ട്. ആളുകൾ ജീവിതത്തിൽ 2 തെറ്റുകൾ ചെയ്തവരാണ്. ഒന്ന് ഖുർആനിനെ അവഗണിച്ചവരാണ്, മറ്റൊന്ന് ഫർദ് നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങിയ ആളുകളാണ്. സാന്ദർഭികമായി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ചില ആളുകളുടെ തലകൾക്കേറ്റ പ്രഹരം കാരണം അവരുടെ വായകളിലൂടെ നിലക്കാതെ രക്തമിങ്ങനെ പ്രവഹിക്കുന്നതായ ശിക്ഷ കണ്ടുപോ അതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരണം പറഞ്ഞു കൊടുത്തെന്തെന്നറിയോ? അവർ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പിനെ ആ ഫർളിന്റെ ഇടയിൽ അവരുടെ ഇഷ്ടത്തിന് ഹലാലാക്കിയവരാണ്. പച്ചക്ക് പറഞ്ഞാൽ കള്ളനോമ്പെടുത്ത ആളുകളാണ്. ഈ ഹദീസിലെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഇടയിലൂടെ പറഞ്ഞു എന്ന് മാത്രം. നോമ്പെടുത്തിട്ട് അതിനിടയിൽ ആളുകൾ അറിയാതെ നോമ്പ് മുറിക്കുന്ന ആളുകൾ, ഇനി ആളുകൾ അറിഞ്ഞാൽ അതിനോട് വില കൽപ്പിക്കാതെ സ്വന്തം ഭക്ഷണത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ വായിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടു എന്നാണ്. അതും ഉയരമുള്ളൊരു പ്രതലത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകന് കാണിക്കപ്പെട്ടു എന്ന് ഇവിടെ പറയാൻ. അവരുടെ തലകളെ എറിഞ്ഞു തകർക്കപ്പെടുന്ന ആളുകൾ ഖുർആനിനെ അവഗണിച്ചവരാണ്. പ്രിയമുള്ളവരെ, മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ടത്, ആ ഖുർആനിനെ ഞാൻ പരിഗണിച്ചവനാണോ അതല്ല അവഗണിച്ചവരാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നറിയോ? ഖുർആനിനെ ഈ ഉമ്മത്ത് മുസ്ലിമുക്കുള്ള കടമകളെ വിശദീകരിക്കുമ്പോ അതിലൊന്നാമതായി പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പാരായണങ്ങളാണ്. ആളുകളൊക്കെ ഒന്ന് ഗവേഷണം ചെയ്ത് ഇതുപോലെ ഖുത്ബ നടക്കുന്ന പല മിമ്പറുകളിലും ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പുണ്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് മാതൃക ആരാന്നറിയോ? നമ്മളുടെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹർഫ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ 10 നന്മ നിങ്ങൾക്കുണ്ടെന്ന് പഠിപ്പിച്ചതാണ്. അതിന്റെ പാരായണങ്ങൾ അധികരിപ്പിക്കാൻ നിങ്ങളിതൊക്കെ വിശുദ്ധ റമദാൻ ആരംഭിച്ച നോമ്പ് 9 കടന്നു വന്നവരെ നമ്മളുടെ ചിന്തയിൽ ഇപ്പോഴും റമദാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്. അതിൽ 1/3 ഭാഗം യാത്ര പറയാണ്. നിങ്ങൾ നോക്കി എത്ര പെട്ടെന്നാണ് റമദാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ വിശുദ്ധ ഖുർആനിന്റെ 2ഉം 3ഉം ആവർത്തികൾ വരെ പാരായണം ചെയ്ത് സഹാബത്ത് തീർക്കുന്ന സമയമാണിപ്പോ. ഒരാവർത്തി ഓതി എന്ന് പറയാൻ, ഒരാവർത്തി അള്ളാഹിന്റെ ഖുർആൻ പാരായണം ചെയ്തു എന്ന് പറയാൻ ഏത് റമദാനിന്റെ മഹത്വമാണ് നമ്മൾ കണ്ടത്? പോറ്റ ഖുർആനിലെ ഒരു പകുതിയെങ്കിലും ഓതി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ, ഖുർആനിന്റെ 1/3 ഓതി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആനിനോട് നമ്മൾ കൊടുക്കേണ്ട ബാധ്യത വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ഉലമാക്കളെ പറയുന്നു എങ്ങനെയൊക്കെ പാരായണം ചെയ്യാം. ഖുർആൻ ഓതുക എന്നുള്ള രീതിയിൽ നമുക്ക് പാരായണം ചെയ്യാം.
ഖുർആൻ പഠിച്ചു വെച്ച ഹിഫ്ള് എന്നുള്ള രൂപത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങൾ അറിയാവുന്ന രൂപത്തിൽ അർത്ഥങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാം. ഇനി ഒന്നും ഓതാൻ അറിയാത്തവരെ പ്രയാസപ്പെട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയങ്ങൾ പോലും അമലു സ്വാലിഹാത്താണ്. ഓതുന്ന ഓരോ ഹർഫിനും പ്രതിഫലമാണ്. ആ പ്രയാസപ്പെടുന്നത് പോലും നിങ്ങൾക്ക് പുണ്യമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇരുത്തം കിട്ടുന്നില്ല, പലപ്പോഴും ഇരുത്തം കിട്ടുന്നില്ല. ഖുർആൻ എടുത്ത് നമുക്ക് തിരക്കാണ്, പെട്ടെന്നോടും. പക്ഷേ പുറത്ത് സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് തോണ്ടി, ഫേസ്ബുക്ക് തോണ്ടി, ഇൻസ്റ്റഗ്രാം തോണ്ടി എത്ര സമയം വേണമെങ്കിലും നമ്മൾ കഴിച്ചുകൂട്ടും, നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്? ഈ നോമ്പാവട്ടെ ഖുർആനാവട്ടെ ഖിയാമത്ത് നാളിൽ അള്ളാഹ്ക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. ഈ അടിമക്ക് വേണ്ടി അള്ളാഹന്റെ കോടതിയിലൂടെ ശുപാർശ പറയുന്നതാണ്. അതിൽ ഖുർആൻ പറയുന്ന വാക്കെന്താണെന്നറിയാ? റബ്ബി മനഅതുഹുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കം ഞാൻ കളഞ്ഞവനാണല്ലാ. ഉറക്കം ഒഴിവാക്കി എന്ന് പാരായണം ചെയ്തവനാണ്. അതുകൊണ്ട് ഫശഫിഇനി ഫീ, ഈ മനുഷ്യന്റെ വിഷയത്തില് എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാ. ഫയുശഫിആൻ, അങ്ങനെ നോമ്പിന്റെ ഖുർആനിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന തഖ്വ പള്ളിയുടെ ഉള്ളിൽ വന്നിരിക്കുന്നവരെ അള്ളാന്റെ ഖുർആൻ നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുമോ? റമദാനിന്റെ 9 രാവുകൾ പിന്നിട്ടിട്ടാണ് ഈ ജുമാക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഈ 9 രാവുകളിലെ എത്ര സമയം അള്ളാന്റെ ഖുർആന് വേണ്ടി ഉറക്കമിടിച്ചു എന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആനും, അത് രണ്ടും നമ്മളുടെ മുമ്പിൽ അള്ളാഹ്ക്ക് മുമ്പിൽ സാക്ഷി പറയാൻ നിന്നാൽ ഒരുപക്ഷേ മൊബൈലിന് പരിഗണിച്ചിട്ടുണ്ടാകും, ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ടാകാം. തെറ്റുകൾ തിരുത്തപ്പെടണം പ്രിയമുള്ളവരെ. ഈ അവസരങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളെ അധികരിപ്പിച്ചു കൊണ്ടുവരാൻ. അത് പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബ്ദുല്ലാ എനിക്കൊന്ന് ഖുർആൻ ഓതിച്ചു തരുമോ? റസൂലേ, ഈ ഖുർആൻ അവതീർണമായത് അങ്ങയിലേക്കാണ്, അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതിത്തരണോ? റഅബതി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ട് അബ്ദുല്ലാ ഓതിച്ചരോ. നമുക്ക് സമയം പോണില്ല അല്ലേ? അതിന്റെ ഉള്ളിലൂടെ ഒന്ന് ഇറങ്ങി വന്നു നോക്കേ. എത്ര സുന്ദര അല്ലാഹുവിന്റെ ഖുർആൻ, എത്ര സുന്ദര അല്ലാഹുവിന്റെ ഖുർആൻ. ഇതുപോലെ ആസ്വദിച്ച് പാരായണം ചെയ്യാൻ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓതി തീർക്കുന്നിടത്തതിൽ കാര്യമില്ലല്ലോ. ഖുർആനിന്റെ ഹർഫുകളുടെ പ്രയോഗങ്ങളെ 110 ആയത്തുണ്ട് സൂറത്തുൽ കഹ്ഫിലെ. 110 ആയത്തും അവസാനിക്കുന്നത് അലിഫ് കൊണ്ടാണ്. ആശയങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസമില്ല. എത്ര സുന്ദരൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലെ പഴം തിന്നരുത് എന്നല്ല പറഞ്ഞപ്പോ അത് കഴിച്ചതിന്റെ പേരിൽ നടത്തുന്ന ഒരു പശ്ചാത്താപമുണ്ട്. അറബി ഭാഷയിലെ സുന്ദര സാഹിത്യങ്ങള്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിലെ നൂനിന്റെ പ്രയോഗങ്ങളൊന്നും എടുത്തിങ്ങനെ നോക്കിയൊക്കെ അല്ലേ, എവിടെയാ മടുപ്പ് തോന്നാൻ? الرحمن علم القرآن خلق الإنسان علمه البيان. അനൂനിന്റെ പ്രയോഗത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് 30-ലധികം ആവർത്തിച്ചു. فبأي آلاء ربكما تكذبان. ഇതുവരെ മടുപ്പ് തോന്നിയിട്ടില്ല. ഇഷ്ടമുള്ള നോവൽ ഒരു തവണ വായിച്ചാൽ ആദ്യം വായിച്ച ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, രണ്ടാമത് വായിക്കാം. മൂന്നാമത് വായിച്ച് നമ്മൾ മാറ്റിവെച്ചു അല്ലേ? ഇത്ര കാലം ഓതിയിട്ട് മടുപ്പ് വന്നു. ചില ഖുർആനിന്റെ പ്രൊണൗൺസിയേഷനുകളിൽ അല്ലാഹു തആല ഒരു ഹർഫുകൾ ഇങ്ങനെ അവസാനിക്കുന്നിടത്തും അതിന്റെ നിർത്തുന്ന രീതി പറയുന്നിടത്തും അത് ആസ്വദിച്ച് ഓതുമ്പോഴാണ് അല്ലേ അല്ലേ അങ്ങനെ ഓതാൻ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد
കണ്ടോ, ഒക്കെ ആ ദാല് കൊണ്ട് അവസാനിപ്പിച്ച് എത്ര സൂറത്തുകളാണ് സുന്ദരമായിട്ട് നമുക്കത് ഓതാൻ പറയാൻ ഒരു ഖുതുബയുടെ പരിമിതികളുള്ളത് കൊണ്ടാണ്. ഓക്കെ, വലിയ വലിയ ആയത്തുകളൊക്കെ അല്ലാഹു തആല മടുപ്പില്ലാത്ത സുന്ദരമായി അതിന്റെ ഉള്ളിലൂടെ ഇറങ്ങി വന്ന് ആസ്വദിച്ച് ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത്രമേൽ ആസ്വാദനമാണ് ഖുർആൻ. നമുക്ക് എവിടെയാ മടുപ്പ് തോന്നണേ? അവിടെ ഖുർആന്റെ പാരായണങ്ങൾ ഉണ്ടാവണം ജീവിതത്തിലെ. മാത്രമല്ല നോക്കി, അത്താഴത്തിന്റെ സമയമൊക്കെ സഹാബത്ത് പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തസഖർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചു എന്നാണ്. ഖീലകം കാന ബൈനഹുമാ, അത്താഴത്തിന്റെയും ഫജറിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല 50 ആയ, 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു എന്നാണ്. 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ അവർ പോലും ഉപയോഗപ്പെടുത്തിയൊരു സമയം. അതുപോലെ അമ്മാർ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയും കൂടെ യുദ്ധത്തിന് കാവൽ നിൽക്കുമ്പോ ശത്രു അമ്പ ചെയ്തിട്ട് അദ്ദേഹം കാവൽ നിൽക്കൽ ആ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് ഈ അമ്പ് ഇങ്ങനെ തറക്കും, അത് വലിച്ചൂരും. നിങ്ങൾ ആലോചിക്കും, മോനെ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് വലിച്ചൂരുമ്പോ വേദന എന്താണ്? അദ്ദേഹം ആ നിസ്കാരം തന്നെ തുടർന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു കണ്ണു വിളിക്കുമ്പോ കാണുന്നത് ശരീരമാസകലം ബ്ലഡില്. ഒന്ന് വിളിക്കായിരുന്നില്ലേ, കുന്തു ഫീ സൂറ, ഞാനൊരു പാരായണത്തിലായിരുന്നു, അത് നിർത്താൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല എന്നാണ്. അത്രയും വലിയ ആസ്വാദനം ഖുർആനോട്. അങ്ങനെ അതിനോട് ടേസ്റ്റ്. ഏത് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ എടുത്തൊന്ന് പാരായണം ചെയ്യാൻ ഖിറാഅത്തുൽ ഖുർആൻ ഉണ്ടോ ജീവിതത്തില്? അള്ളാന്റെ അടുക്കൽ പറയോ, ഈ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി അണികൾ പാരായണം ചെയ്തു എന്ന്. രണ്ടാമതായി നോക്കണേ, തഅലീമുൽ ഖുർആൻ, ഖുർആനിന്റെ പഠനമാണ്, ഖുർആനിന്റെ പഠനങ്ങളാണ്. ഖൈറുക്കും മാ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഉത്തമരാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനെ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ആവണം. ഒന്നുകിൽ പഠിതാവാവണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാളായി മാറണം. കാരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പഠിക്കണം, പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ പഠനമില്ലാത്തൊരു സമയം നമുക്ക് കടന്നു പോകണില്ല. അതുകൊണ്ട് അങ്ങനെ പഠിച്ചറിയുമ്പോഴാണ് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുള്ളൂ. കാരണം അതറിയോ, ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മളെന്ന മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയും അല്ലാഹുവിന്റെ ഖുർആനിലെ. എത്ര വലിയ തെളിവുകളുണ്ട് ചരിത്രത്തിലെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്, നിങ്ങളിലേക്ക് തന്നതിന് പകരം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഖുർആനിനെ അവതരിപ്പിക്കുന്നത് എങ്കിൽ ആ ഖുർആൻ പോലും അല്ലാഹുവിനോടുള്ള പേടി കാരണം പേടിച്ചു പറക്കുന്നതായി നിങ്ങൾക്ക് കാണാം. പാറയുടെ മേലെ ഖുർആൻ വെച്ച പാറ പൊട്ടുന്നില്ല. അത് ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു പറഞ്ഞ ഉദാഹരണം. ഒരു പാറക്ക് വരെ വിസ്ഫോടനങ്ങളെ തീർക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ്. കാരണം അത് പഠിച്ചറിയുമ്പോഴേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. അല്ലാഹു പറഞ്ഞൊരു വാക്ക് എന്തെന്നറിയോ? ആ ഖുർആൻ നിങ്ങളിലേക്ക് ഓതിച്ചെന്ന ജിബ്രീലില്ലേ, മുത്താഇൻ സമ്മ അമീൻ, വിശ്വസ്തനാണ്, അനുസരിക്കപ്പെടുന്നവനാണ്, വിശ്വസ്തനായ എന്റെ ജിബ്രീൽ വഴിയാണ് അത് നിങ്ങളിലേക്ക് ഓതിച്ചെന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, ഒരിക്കലും അദൃശ്യ കാര്യങ്ങളിൽ ഒരു പിശുക്കും ആ റസൂൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നമ്മളുടെ കയ്യിൽ തന്ന ഈ ഖുർആൻ. എന്നിട്ട് അടുത്ത അല്ലാഹുവിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഫഅൈന തദ്ഹബൂൻ, ഇനി എവിടുക്കാ നിങ്ങൾ പോണേ? എവിടുക്കാ നിങ്ങൾ പോണേ? മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് വേറൊരു വർത്താനല്ല കേട്ടോ. ഖുർആൻ ഇറങ്ങിയ മധ്യകാലഘട്ടമല്ലേ? എന്താ ജനതയുടെ അവസ്ഥ? മുന്തിരിവള്ളിക്ക് താഴെ മറമാടപ്പെട്ട, ഞങ്ങൾ മരിച്ച മുന്തിരിവള്ളിക്ക് താഴെ മറമാടണമെന്ന് അതിന്റെ പേരിൽ നിന്ന് ഉറ്റുവീടുന്ന ജലഗണികകൾ നുരുമ്പിപ്പോയ അസ്ഥികൾക്ക് ആസ്വാദനമേകുമല്ലോ എന്ന് കവിത പാടിയിരുന്ന ഒരു സമുദായം. മദ്യത്തിന്റെ ചഷകത്തിൽ മുങ്ങിച്ചത്തുപോയി ഈച്ചയെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാനെന്ന് കവിത പാടിയിരുന്ന ഒരു സമുദായം. ഫഹല്ലൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ വിരമിച്ചിട്ടുണ്ട് നബിയെ, ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നബിയെ. ഛർദിച്ചു പോയവരെ വായിൽ വിരലിട്ടുകൊണ്ട് ഛർദിക്കുമാറ്
വീടുകളിലൂടെ വീപ്പകളിലൂടെ ശേഖരിച്ചു വെച്ചത് മദീന തെരുവിലേക്ക് ഒഴുക്കിവിടുമോ? അടിവരയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു വാക്കാൻ, കഞ്ചാവിലുണ്ടോ, MDMA യിലുണ്ടോ, സിന്തറ്റിക് ലഹരികളുണ്ടോ, രാസലഹരികളുണ്ടോ? അള്ളാന്റെ ഖുർആനിന്റെ ഹോരച്ചുകൂടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ പ്രിയമുള്ളവരെ ഒന്നിലുണ്ടാവില്ല. ആശ്ചര്യകരമെന്ന് തോന്നിയ അനുഭവം പറയുങ്ങളോട്. ബഹ്റൈനിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിലേക്ക് വിമാനം കയറിയപ്പോ മലയാളി മദ്യം ആവശ്യപ്പെട്ടു ഫ്ലൈറ്റ് ഒന്ന് ഉയർന്നു പൊങ്ങിയപ്പോ തന്നെ എയറോസ്റ്റസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് സൗദി സ്കൈയാണ്, ഇവിടെ മദ്യം വിളമ്പാൻ കഴിയില്ല. എന്റെ മുത്ത് നബി ഓർത്തുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഒരു തുള്ളി രക്തം വീഴാതെ മദ്യമെന്ന് പറയുന്നത് പരിപൂർണമായി വിരോധിച്ചത് 14 ഭൂമി ലോകത്തെന്നല്ല, വ്യോമയാന പാതയിൽ പോലും അവിടെ മദ്യം വേണ്ട എന്ന് അന്നത്തെ അധ്യാപനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ഓരച്ചുകൂടെ മക്കളെ കൊണ്ടുവാ. ഒരു ലഹരിയിലും മക്കൾ ഉണ്ടാവില്ല. മാറ്റമുണ്ടാക്കിയതിന്റെ അടുത്ത തെളിവാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇന്ന് നിങ്ങൾക്ക് ഈ മിമ്പറിലേക്ക് വരുന്നതിന് മുമ്പ് ആ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ വളരെ അശ്ലീലം നിറഞ്ഞ് ടീച്ചർക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചു. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് തറാവിഹിന് പോയ സമയത്രേ, പള്ളി കയറിയിട്ടില്ല, 8:59 ടൈം. തെറി പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ അനാവശ്യമായ ലഹരി ഉപയോഗിച്ച് അതിന്റെ ത്രില്ലിൽ അയച്ചതാണ്. 13 വയസ്സുണ്ടാവൂ, 12 കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കി, 2014. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അത് പരാതി പറഞ്ഞ മുസ്ലിം കുട്ടിയാണ് സാർ, ഒന്ന് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിൽ വരുമ്പോ നമുക്ക് നാണക്കേട് തോന്നാൻ. ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളൊക്കെ ഈ റമദാനായിട്ട് പോലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണേ, നമ്മൾ അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം. നമ്മളൊക്കെ പറയണെന്താ അറിയോ, ഇന്ന് വിദ്യാഭ്യാസം വല്ലാതെ പരിഷ്കരിച്ചു വന്നപ്പോ CBSE മേഖലയിലൊക്കെ പഠിക്കണ മക്കൾ നമ്മൾ മദ്രസക്ക് പകരം അവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ആകെ ഒരു 40 മിനിറ്റ്സ് ആണ് ദീന് പഠിക്കാൻ. അതിലാണ് ഖുർആനും എല്ലാ വിഷയം കൂടെ. ടീച്ചർ വന്നു പോകാനുള്ള സമയം വേറെ. അതുകൊണ്ടാവില്ല കേട്ടോ, ദീനിന്റെ ഓരച്ചുകൂടെ മക്കളെ വന്നില്ലെങ്കിൽ ഉപകാരപ്പെടില്ല. ഖുർആൻ മാറ്റം ഉണ്ടാക്കും. നിങ്ങൾ നോക്ക്, ലജ്നാന് പർവ്വതത്തിന്റെ താഴെ ഒട്ടകത്തിനെ മേക്കുമ്പോ അതിന്റെ ഒട്ടിയ വയറ് നോക്കി കണ്ണീര് പൊഴിച്ചിരുന്ന ഇടയ ചെറുക്കനുണ്ടായിരുന്നു. ആരാണെന്നറിയോ? ഖത്താബിന്റെ മകൻ ഉമറാണ്. ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ തന്റെ പിതാവ് തന്നെ ചാട്ടവാറിനെ പ്രഹരിക്കുമായിരുന്ന ആ ഇടയ ചെറുക്കനാണ്. ഉഖാവ ചന്തയിൽ ആളുകൾ വിറച്ചിരുന്ന് പോക്കിരി. പിന്നീട് ലോകം കണ്ട നീതിമാനായ ഭരണാധികാരി 20 ഭൗതിക സാമ്രാജ്യങ്ങളെ, ഒരു ആത്മീയ സാമ്രാജ്യത്തിനെ തന്റെ കാൽ കീഴിലൂടെ അടക്കി ഭരിക്കുമോ? ഒന്നുമില്ലാത്ത സാധാരണക്കാരനായി ജീവിച്ച പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഖുർആൻ ആ ഒരൊറ്റ മേഖല പഠിച്ചാൽ മതി പ്രിയമുള്ളവരെ. ഒറ്റ മേഖല, 200 ഒട്ടകം തരാ മുഹമ്മദിന്റെ തലയെടുത്തവന് എന്ന പ്രഖ്യാപനം. ആ 200 ഒട്ടകത്തിന് വേണ്ടി അങ്ങ് ദാറുന്നദവയുടെ ഏകത്വങ്ങളിൽ നിന്ന് വന്ന വിളംബരങ്ങളെ കേട്ട് വാലെടുത്ത് പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആയത്ത് കേട്ട് മാറി ഇസ്ലാമിനെ പുൽകി. റസൂലുള്ളാഹിനെ കൊല്ലാൻ നോക്കി അന്ന് വാളൂരി ഉമർ. രണ്ടാമത് വാളൂരുന്നത് എപ്പോഴാണെന്നറിയോ? അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുമ്പോ എന്റെ നബി വഫാത്തായിട്ടില്ല, കണ്ടില്ലേ എന്റെ റസൂൽ ഉറങ്ങിക്കിടക്കുകയാണ്. അല്ല, മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണ് എന്ന് പറയുമ്പോ അവര് പറഞ്ഞു, അല്ല ഉമരെ, അള്ളാന്റെ റസൂൽ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് പറയാ, എന്റെ റസൂൽ വഫാത്തായി എന്ന് ആര് പറഞ്ഞോ അവന്റെ തല ഞാൻ വെച്ചേക്കില്ല. പ്രവാചകനെ കൊല്ലാൻ പണ്ട് വാളൂരി ഉമർ. രണ്ടാമത് വാളൂരുന്നത് ഖുർആൻ വരുത്തിയ മാറ്റാണ്. 200 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണോ? 200 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണോ? പ്രിയമുള്ളവരെ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങാൻ ഖലീഫ ഉമറിനോട് അദ്ദേഹത്തിന് വെറും 14 തുണ്ടം വെച്ചൊരു കമീസ് ഉണ്ടായിരുന്നേ മിമ്പറിൽ കയറാൻ. ഒരു ദിവസം വൈകി ഈ കമീസ് ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിക്കണ്ട്. പേർഷ്യന്റെ കിസ്റ കൈസർ അട്ടിമറിച്ചതും ഉമർ എന്ന ഭരണാധികാരി. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോലുവാൻ ഉമറ് ഈ 14 തുണ്ടം വെച്ച കമീസ് മാറ്റിയിട്ട് മനോഹരമായ ഒരു കമീസ് ധരിക്കണം, പ്രൗഢിയിൽ വേണം ഞങ്ങളുടെ ഭരണാധികാരി വരാനെന്ന് പറഞ്ഞപ്പോ
പക്ഷെ ഇത് ഉമർ റളിയല്ലാഹുവിനോട് പറയാൻ ധൈര്യമുള്ള ആരുമില്ല. അവസാനം ചുമതലപ്പെടുത്തിയത് ആയിഷ റളിയല്ലാഹുവിനെയും ഹഫ്സ ബീവിയാണ്. അലി റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ വരെ പിന്മാറി. ഇവർ രണ്ടുപേരും കൂടെ കടന്നു വരുമ്പോ, കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ മകളാണ്, മറ്റൊന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. രണ്ടുപേരും വരുമ്പോ ഉമർ റളിയല്ലാഹു നിലത്ത് കിടക്കുന്നുണ്ട്. എഴുന്നേറ്റിരുന്നു. ഉമറേ, സഹാബത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ ഒരു വിരിപ്പില്ലാത്തതിന്റെ പേരില് എന്റെ റസൂലിന്റെ ശരീരത്തില് ഈത്തപ്പന മട്ടലിന്റെ അടയാളം വീണിട്ടുണ്ടുമ്മ. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ റസൂല് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് പോലും ഒത്തിയ വയറുമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ അനുയായിയായ ഉമർ കടം വാങ്ങി വസ്ത്രം ധരിക്കണമെന്നാണോ ഉമ്മ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു പോയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് പുറകിലേക്ക് കണക്ട് ചെയ്ത് 200 ഒട്ടകത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ തല കൊയ്യാമെന്ന ആളാണ്. റസൂലിന്റെ ശരീരത്തിൽ വന്ന ഈത്തപ്പന മട്ടലിന്റെ അടയാളം ഒരു വിരിപ്പ് നെയ്തു തരട്ടെ റസൂലേ. ഉമറേ, മാലി വലിജുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം ഉമറേ എന്ന് ചോദിച്ച റസൂലുള്ളാഹ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഇല്ലേ, കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലേ, മക്കളെ കുഴിച്ചു മൂടിയിരുന്ന ജനത ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്കെതിരെ അള്ളാഹിനോട് സാക്ഷി പറയുമെന്ന് വിതുമ്പി പറഞ്ഞവർ, 3 പെൺകുട്ടികളെ വളർത്തിയ വാപ്പാക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു പെൺകുട്ടി ജനിക്കുവാൻ വേണ്ടി ദുആ ചെയ്യുമെന്ന് പറഞ്ഞവർ, എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ആശയത്തിന്റെ ഇടയിലൂടെ കടന്നു വന്നപ്പോ അവർക്ക് പരിവർത്തനങ്ങൾ ഉണ്ടായി, മാറ്റമുണ്ടായി. അതുകൊണ്ട് ആശയങ്ങൾ അറിയണം, അത് പഠിക്കണം, അപ്പോഴേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരുപാട് നമ്മളുടെ ജീവിതത്തിലെ നിങ്ങൾ നോക്കിയേ, ആ ഖുർആനിന്റെ ആയത്ത് കേട്ട് ഏത് കണ്ണുകളാ നനയാത്ത? ഏത് കണ്ണുകളാ നോക്കേ? ലോകത്തോട് വിട പറയുന്ന രംഗം, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بساق إلى ربك يومئذ المساق. വേണ്ടടോ, ഇതാ ബലഅതി തറാഖിയ, റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ലോകത്തോട് വിട പറയുന്ന രംഗമാണ്. ചുറ്റു നിൽക്കുന്ന ആരുമില്ല, അവനവന്റെ വേർപാടാണെന്ന് മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവന്റെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടാൻ ഒന്ന് മനസ്സ് മറക്കാതിരിക്കും. പ്രിയപ്പെട്ട ഉമ്മാനോട് മഹബത്തില്ലേ നമുക്ക്? ബാപ്പാനോട് ഇഷ്ടമല്ലേ? ഭാര്യ മക്കൾ സ്നേഹമില്ലേ? അവരിട്ടെറിയണ ഒരു രംഗം പറയുന്നുണ്ട്. ഓതിയാല് കണ്ണ് നിറഞ്ഞിട്ടില്ല, നമ്മൾ പോവില്ല. സഹോദരനിൽ നിന്ന് പേടിച്ചോടിപ്പോകുന്ന നിമിഷമാണ്. ഉമ്മയിൽ നിന്ന് ഉമ്മ, ജീവിതത്തിന്റെ എല്ലാമായിരുന്നു ഉമ്മ. ആഖിറത്തിൽ അവിടെ വെച്ച് ഉമ്മാനെ കാണുമ്പോ എന്റെ ഉമ്മാനെ നരകത്തിലിട്ടാലും വേണ്ടില്ല അല്ലാ, എന്നെ ഒന്ന് രക്ഷിക്കുമോ അല്ലാ, എന്റെ ബാപ്പാനെ വേണ്ട അല്ലാ. ദുനിയാവിന്ന് വിട പറഞ്ഞപ്പോ മയ്യത്ത് കട്ടിലിൽ ഷോൾഡർ ഏറ്റുമ്പോ കണ്ണീരോടെ യാത്ര പറഞ്ഞ നിമിഷമല്ലയോ? ഇനി അള്ളാന്റെ കോടതിയിലൂടെ കാണുമ്പോ പേടി തോന്നുന്നു അല്ലാ എന്ന് പേടിച്ചോടി പോകുന്ന നിമിഷമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവനില്ലയോ, ഇരികെ ചേർന്നതിന്റെ പാതിയായി ജീവിച്ചവരില്ലയോ, കരളിന്റെ കഷ്ണമായി വാർത്തെടുത്ത പൊന്നുമക്കളില്ലയോ? നരകത്തിലിട്ടാലും വേണ്ടില്ല. സുഹൃത്തു മാരിജിൽ അല്ല പറയാ, എന്നെ രക്ഷപ്പെടുത്തോ? ഏത് ഹൃദയത്തിനാ തട്ടാത്ത, എവിടെ ഓളങ്ങൾ ഉണ്ടാക്കാതെ? അതുകൊണ്ട് ഖുർആന്റെ ആശയങ്ങൾ അറിയണേ. 3 തത്ബീഖുൽ ഖുർആൻ, ജീവിതത്തിലെ തദ്ബീറുൽ ഖുർആൻ. 3 ഖുർആനെ പറ്റി ചിന്തിക്കണം. എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും എന്റെ അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ? അതിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്നിട്ട്
പടച്ചോൻ എന്താ പറഞ്ഞു? നമ്മളെല്ലാരെ പറ്റി ഇങ്ങനെ ആലോചിക്കും. എല്ലാ കാര്യം വാപ്പാക്ക് ഇഷ്ടമുണ്ടോ, ഉമ്മാക്ക് ഇഷ്ടമുണ്ടോ, എന്റെ അള്ള എന്നോട് എന്താ പറഞ്ഞേ? നമ്മൾ എന്തേ അത് ചിന്തിക്കാതെ പോണ പ്രിയമുള്ളവരെ? നിങ്ങളിതൊക്കെ പല വിവാദ വിഷയങ്ങൾ പലരും പറയുമ്പോഴും അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞേ? നിങ്ങൾ അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് നിങ്ങൾ മടങ്ങ്. അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വിഷയത്തിനെ പറ്റി എന്നോട് ചോദ്യം വന്നു. ഞാൻ 300 തവണ ഖുർആൻ എന്റെ മൈൻഡിൽ കൊണ്ടുവന്നു. അള്ള എന്തേലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് നടപ്പിൽ പതറില്ല കേട്ടോ. അവിടെ നമ്മൾ അതിൽ മാത്രം നമ്മൾ തോൽക്കൂല. അതുകൊണ്ട് ഖുർആനെ പറ്റി നമ്മളൊരു ചിന്ത വേണം. 4-മതായി വേണ്ട തത്ബീഖുൽ ഖുർആൻ, ആ ജീവിതത്തിൽ പകർച്ചണം. അള്ള എന്ത് പറഞ്ഞു അതനുസരിക്കുക. സഹാബത്ത് മാതൃകയല്ലേ? സഹാബത്ത് മാതൃകയല്ലേ? ഖുർആനിന്റെ വസ്ത്രധാരണത്തിന്റെ ആയത്തിറങ്ങാണ്. യാ അയ്യുഹൻ നബിയോ ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. ഭാര്യമാരോട്, പെൺമക്കളോട്, ലോകൈകരായ മുഅ്മിനാത്തുകളോട് പറഞ്ഞു കൊടുക്കണം. ശരീരം ചുറ്റിപ്പൊതിയുന്ന വസ്ത്രം, മുഖമക്കനകൾ മാറുകൾക്ക് താഴെ. അവർ റസൂലിന്റെ സദസ്സിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? മരത്തിന്റെ ഇലകളെ പറിച്ച് ആയത്തിന് നെഞ്ചിലേറ്റിയിട്ട. നിങ്ങൾ ആലോചിക്കണ്ടേ? അള്ളാഹു പറഞ്ഞ ഓരോ വിഷയങ്ങളിലും സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. പലപ്പോഴും റമദാനാണ്, സാമ്പത്തികമായ മേഖലകളിൽ സ്വതക്കകളും സക്കാത്തുകളും ഒക്കെ വരേണ്ട സമയമാണ്. അതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോ പാലിക്കണേ. നിങ്ങളുടെ സമ്പത്തില് പാവപ്പെട്ടവന്റെ അവകാശമുണ്ട്. പാവപ്പെട്ടവന്റെ അവകാശമുണ്ട് 2.5%. അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തോളണം പ്രിയമുള്ളവരെ. അവിടെ ജീവിതത്തിൽ അതിനെ പകർച്ച എന്നുള്ളതാണ്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലത്ത് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാനിങ്ങ മേടിച്ചെടുക്കുന്ന, അതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നവരോട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ എന്തൊന്നാണോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്. അള്ള പറഞ്ഞാലും റസൂല് പറഞ്ഞാലും. ഹംസ റളിയല്ലാഹുവിന്റെ ജനാസ കാണാൻ സഫിയ റളിയല്ലാഹു ഇങ്ങനെ ഓടിപ്പോകുമ്പോ സുബൈർ ബിൻ അവ്വാമ തടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങോട്ട് പോകണ്ട ഉമ്മ, കാരണം റസൂല് പറഞ്ഞതാണ്. സുബൈർ ഉമ്മക്ക് കാണിച്ചു കൊടുക്കണ്ടട്ടോ. അങ്ങനെ കാണാൻ പറ്റിയ അവസ്ഥ അല്ലല്ലോ. പക്ഷേ അവര് ചോദിച്ചു, മോൻ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം. വേണ്ട ഉമ്മ, പോകണ്ട, എനിക്കറിയാം എന്റെ ഹംസയുടെ ജനാസ വികൃതായിട്ടുണ്ടെന്ന്. പോകണ്ട ഉമ്മ. നിങ്ങൾ നോക്ക്, ആ മകന്റെ കൈ തട്ടി മാറ്റി സഫിയ റളിയല്ലാഹു അൻഹ ഓടുമ്പോ പിന്നിൽ നിന്ന് സുബൈർ വിളിച്ചു പറഞ്ഞു, ഉമ്മ റസൂലാ പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടാന്ന് പറഞ്ഞപ്പോ ആണി തറച്ച പോലെ നിന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് സുബൈർ, റസൂലിനോടൊന്ന് അനുവാദം ചോദിക്കോ, ഉമ്മാക്കൊരു നോക്കൊന്ന് കാണാൻ അള്ളാന്റെ റസൂലിനോടൊന്ന് അനുമതി ചോദിക്കോ. ഇത്ര വലിയ ആഗ്രഹത്തിന്റെ മുമ്പിലും റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇല്ല. എന്റെ റസൂല് വഫാത്തായോ എന്റെ തല ഞാൻ അറുക്കുന്നു പറഞ്ഞു ഉമർ വാളൂരി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് മിമ്പറിലൂടെ ഓടിക്കയറി പറഞ്ഞു, ജനങ്ങളെ, അള്ളാന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ടെന്ന് ആയത്ത് ഓതിക്കൊടുത്തപ്പോ ആ കൈ തളർന്ന് വാള് താഴെ വീണ് പോയി. ഒരു കൊച്ചുകുട്ടിയെ പോലെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് മതി. അല്ല പറഞ്ഞ അത് സ്വീകരിക്കും, മുത്തനബി പറഞ്ഞത് സ്വീകരിക്കും. ജീവിതത്തിൽ പകർത്താൻ തത്ബീഖുൽ ഖുർആൻ, ഖുർആനോടുള്ള ബാധ്യത നമ്മളിൽ ഉണ്ടാവേണ്ടത് അവിടെയാണ്. പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഒരിക്കലും ഖുർആനിൽ 62 അധ്യായത്തിൽ 5-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞ പോലെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി നിങ്ങൾ മാറരുത്. ഖുർആൻ എന്റേതാന്ന് പറയാ, അതിലുള്ളതെന്ന് അറിയില്ല. ഒരു കഴുതയുടെ പുറത്ത് ഖുർആന്റെ കോപ്പി വെച്ച് കിട്ടിയാൽ കഴുത അതുകൊണ്ട് നടക്കും. കഴുത ചിന്തിക്കില്ല, എന്റെ പുറത്ത് ഖുർആനുണ്ട്, ഇന്നെന്ന വിഷയങ്ങളുണ്ട്, ചിന്തിക്കില്ല. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിന്, കുടുംബജീവിതത്തിന്, സാമൂഹ്യ ജീവിതത്തിന്, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിന്, എല്ലാ മേഖലകളിലും വ്യക്തമായ ഒരു അധ്യാപനം അല്ലാഹുവിന്റെ ഖുർആനിൽ. പഠിക്കാനുള്ളൊരു മനസ്സുമതി, പഠിക്കാനുള്ളൊരു മനസ്സുമതി. ഏത് മേഖലയിലും ചോദിച്ചറിയാനും ചിന്തിച്ചറിയാനും ആധുനികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് അധ്യാപനങ്ങളെ പഠിക്കാൻ നമ്മൾ മനസ്സ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ വാക്കോടെ ഞാൻ ഈ 1-ാമത്തെ ഖുത്ബയിൽ നിങ്ങളോട് ചോദിക്കാൻ, ഇന്ന് വരെ ഒരാവർത്തി അല്ലാഹുവിന്റെ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ വായിച്ചു നോക്കി നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഖുർആൻ പരിഗണിച്ചവരാണോ അതല്ല അവഗണിച്ചവരാണോ? ഖുർആനിൽ എത്ര ആയത്തുണ്ടെന്ന് നമുക്കറിയാം. എല്ലാവരും പലപ്പോഴും 6666 ലേലം പോലും വിളിക്കുന്നത് അതിന്റെ അമ്പറിലാണ്. കണ്ടാൽ അറപ്പുളവാക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു ജീവിയുടെ പേര് പറഞ്ഞിട്ട് ബൈബിളിൽ ഖുർആനിനെ അവഹേളിച്ചപ്പോ
നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലും ഖുർആന്റെ ആയത്താന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റുന്നവരെ നമ്മൾ ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, അൻഫാൽ, തൗബ, യൂനുസ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം നീണ്ടു കിടക്കുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 6200 ചില്ലറ ആയത്തിലേ ഉള്ളൂ. അതിലൊരു 1000 ആയത്ത് പഠിച്ചു എന്ന് പറയാം, ഒരു 500 ആയത്ത് കാണാതെ പഠിച്ചു എന്ന് പറയാം. നമ്മളിലുണ്ടോ? നീ പറ. പരിഗണിച്ചവരാണോ അവഗണിച്ചവരാണോ? ഒരു ദിവസം 2 ആയത്ത് വേണ്ട, ആയുസ്സിൽ 1 ആയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതുവരെയുള്ള ആയുസ് കൊണ്ട് എത്ര ഹാഫലീങ്ങളാവാൻ നമുക്ക് കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനത് കുറ്റപ്പെടുത്താനല്ല, എന്നോടെന്ന പോലെ ചോദിക്കാം. നമ്മളുടെ മനസ്സാക്ഷിയിലെ ഖുർആനെ അവഗണിച്ചവരായിട്ട് വന്നിട്ടില്ലേ? റസൂലുള്ളാഹി പറയോ, അല്ലാഹു ഇവൻ നാളെ നരകത്തിൽ വീഴാൻ കാരണം ഖുർആനിനെ അവഗണിച്ചത് കൊണ്ടാണ് എന്ന് റസൂല് പറയുന്ന പരാധിതരിൽ നമ്മൾ ഉണ്ടാവാതിരിക്കാനാണ്. ഖബറിലൂടെ ചോദ്യമുണ്ട്, നിന്റെ ഇൽമെന്താ? ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖ്തു. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാണ്, വിശ്വസിച്ചവനാണ്, സത്യപ്പെടുത്തിയവനാണ്. പറയാൻ പറ്റോ ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്, ആ ഖുർആനാണ് ഞാൻ വിശ്വസിച്ചത്, ആ ഖുർആനിന്റെ അഖീദയാണ് എന്റെ എന്ന് പറയാൻ പറ്റോ? വാപ്പ മുസ്ലിമായതിന്റെ പേരിൽ, ഉമ്മ മുസ്ലിമായതിന്റെ പേരിൽ മുസ്ലിമായി എന്നല്ലാതെ മരിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അന്ന് പ്രഹരമേൽക്കുമോ? നരകത്തിന്റെ കമാനങ്ങൾ തുറക്കപ്പെടുമോ? അല്ലാഹുവേ, റബ്ബി ലാ തുഖ്മിസ്സാ, ഖിയാമത്ത് നാളെ വരല്ല അല്ലാഹ് എന്ന് ഖബറിൽ കിടന്ന് കരയേണ്ടി വരുമോ? നമുക്കറിയില്ല. അതുകൊണ്ട് മാറ്റമുണ്ടാക്കേണ്ടത് ഇപ്പോഴാണ്. ഖുർആൻ ഇറങ്ങി മഹനീയമായ മാസത്തില് എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ഖുർആനിന്റെ വക്താക്കളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2ാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതിനെ നെഞ്ചിലേറ്റുമ്പോൾ ഖുർആൻ പറഞ്ഞ നിർബന്ധിതമായ പല മേഖലയിലൊന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അത് പഠിപ്പിച്ചു. ആളുകൾക്കൊന്നും സംശയം തീർന്നില്ല. നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കണമെന്നുള്ള ലെവലിലാണ് ചിന്തിക്കണം. ധരിക്കണ ആഭരണത്തിന് വേണോ വേണ്ടേ, അങ്ങനെയൊക്കെ ഫത്വ കൊടുക്കണവരൊക്കെ ഉണ്ടാവാം. നമുക്ക് മാതൃക റസൂലുള്ളാഹി കയ്യിൽ വളയണിഞ്ഞ് വന്നവളോട് അദ്ദിയാനി സക്കാത്തുഹുമാ, ഇതിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കയ്യിലെ 10.5 പവൻ ഗോൾഡ് ഉണ്ടോ? 85 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശം. സ്വർണത്തിന് വില കൂടിയൊരു സമയം നമ്മളെപ്പോഴും ഗൗരവത്തിലേ അതിനെ കണക്ക് കൂട്ടി, അത് വലിയ എമൗണ്ട് ആയാലൊന്നല്ല, അതിന് നിസാബുണ്ടോ കൊടുത്തേ പറ്റുള്ളൂ. 590 ഗ്രാം വെള്ളിയുണ്ടോ? 2.5%. കറൻസിയാണോ, വരുമാനാണോ? 590 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിലുള്ള പണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണം. കാർഷിക വിളകൾക്ക് പഠിപ്പിക്കപ്പെട്ടതുപോലെ 2.5% മുതൽ 20% വരെ സക്കാത്തുള്ള മേഖലകളുണ്ട് നമുക്ക്. അത് അറിയുന്നവരോട് കണക്ക് കൂട്ടി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എല്ലാ ചെലവും കഴിച്ച് എന്റെ കയ്യിൽ ഒരു 1 ലക്ഷം എന്റെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 1 ലക്ഷം രൂപ അതിൽ 2.5% 2500 ആരുടേതാണ്? പാവപ്പെട്ടവന്റെ. ഹഖുൽ ലിസാഇൽ വൽ മഹ്റൂം, ജീവിതമാർഗം തടയപ്പെട്ടവന്റെ അവകാശം. അത് കൊടുത്താൽ മാത്രമാണ് എനിക്ക് ബാക്കി 97,500 എനിക്ക് പരിശുദ്ധമാവണം. അതാണ് സക്കാത്ത്. അതിനെ ശുദ്ധീകരിക്കാനാണ്. ഇല്ലെങ്കിൽ ഞാനത് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ ആ 1 ലക്ഷം എനിക്ക് മാലുൽ ഖബീസാൻ, മലിനമായ സമ്പത്താൻ. അതുകൊണ്ട് അത് പ്യൂരിഫൈ ചെയ്ത് അതിനെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അത് നമുക്ക് അർഹതപ്പെട്ട 8 അവകാശികളിലേക്ക് നമ്മൾ കൊടുക്കാം. നമ്മുടെ പള്ളിയിൽ സക്കാത്ത് സെല്ലുണ്ട്, ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, കൊടുക്കാത്ത ആളുകളോട് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജനൂബുഹും വദുഹൂറുഹും, അത് നരകത്തിലിട്ട് പഴിപ്പിച്ച് അവരുടെ മുതുകുകളും പാർശ്വങ്ങളും അല്ലാഹു അതുകൊണ്ട് പൊള്ളിക്കുമ്പോ അവരോട് നരകത്തിൽ വെച്ച് പറയുന്നൊരു വാക്കുണ്ട്, ഹാദാ മാ കനസുൻ ലി അൻഫുസികും,
ഇത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ തന്നെ സമ്പാദിച്ചതാണ്. 9-ാം അധ്യായം 34-ാമത്തെ ആയത്ത്. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവരുത്. സാമ്പത്തികമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്വതക്ക നിർവഹിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു, കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില വഫീ കുല്ലി സുംബലത്തിൻ മിഅത ഹബ്ബ. ഒരു കതിരിൽ നിന്ന്, ഒരു ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാവാൻ ഓരോ കതിരിലും 100 ധാന്യമണി വീതം ലഭിക്കുന്ന പോലെയാണ് സ്വതക്ക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, ഒന്നുകൊണ്ട് 700 കിട്ടലാൻ. റമദാൻ അല്ലാത്തപ്പോഴുള്ള സ്വതക്ക ഇവിടെ ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുന്ന 1 രൂപയാണ്. പക്ഷെ അള്ളാന്റെ കോടതിയിൽ അത് 700 വരണതെങ്കിൽ അതിനെ വീണ്ടും ഇൻഡു 700 റമദാനിലേക്ക് കൊണ്ടുവരുമ്പോ നിസ്സാരല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊക്കെ മേഖലയിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ നമ്മൾ അൽഹംദുലില്ലാ പല പള്ളികൾക്ക് നമ്മൾ ചെലവഴിച്ചു വരാൻ. നമ്മളുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ നമ്മളുടെ ഒരു വിഹിതം ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഇതൊരു നാട്ടുംപുറച്ച പള്ളിയല്ല, ഒരു ടൗണിലുള്ള പള്ളിയാണ്. വരിസംഖ്യ കൊടുക്കുന്ന ആളുകള് ഒരുപക്ഷെ ഇവിടെ ആളുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ ഈ പള്ളി തുടങ്ങിയതിന് ശേഷമാണ് ചെറവല്ലൂരും കോലളമ്പും ആലങ്കോട് പള്ളിയൊക്കെ ഇതിന്ന് പുതിയ പുതിയ പള്ളികളായിട്ട് പിന്നെയും വന്നത്. അൽഹംദുലില്ലാ എല്ലാവരുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ നമ്മളാണ് പള്ളിയെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് റമദാനിൽ ഒരു വിഹിതം നമ്മളുടെ പള്ളിക്ക് വേണ്ടി, ഒരിക്കലും സക്കാത്തിന്റെ വിഹിതം പള്ളികൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഒരിക്കലും സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കരുത്. അതുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനല്ല, 8 അവകാശികൾക്ക് ഉപയോഗപ്പെടുത്താനാണ്. അതുകൊണ്ട് ഒരു വിഹിതം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവേണ്ടതുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ യതീമായ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി പെരുന്നാളിന്റെ ഈദ് കിസ്വ പുറത്ത് കൗണ്ടർ ഉണ്ടാവും. നമുക്കത് രേഖപ്പെടുത്തുന്നവർക്ക് നേരത്തെ തന്നെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാം. ഇതെന്തിനാണ് നേരത്തെ മിമ്പറിലൂടെ പറയുന്ന അറിയാം. മിമ്പറിൽ തന്നെ പറയാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി 2000-നും 3000-നും ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, ഒന്നില്ലാത്ത പാവപ്പെട്ട മക്കളുണ്ടാവും. നമ്മളെപ്പോലെ അവലംബിച്ച വാപ്പുണ്ടായിരുന്ന മക്കള് അതില്ലാതെ വരുമ്പോ കുടുംബത്തിനൊരു ശൂന്യത ഉണ്ട്. ഒരു ഉമ്മാന്റെ കഴിവിന് പരിമിതികളുണ്ട്. എന്തെങ്കിലും വീട്ടുജോലി ചെയ്തിട്ടോ തയ്യൽ പണി ചെയ്തിട്ടോ ഒക്കെ കുടുംബം പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കളൊക്കെ പെരുന്നാളിന്റെ ഡ്രസ്സ് എടുത്ത ഗമ സ്കൂള് വന്നിട്ടും പുറത്ത് വന്നിട്ടും പരീക്ഷ ഹാളിൽ വന്നിട്ടും കളിക്കളത്ത് വന്നിട്ടൊക്കെ പറയുമ്പോ ഈ മക്കൾ വീട്ടിൽ പോയി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഉമ്മച്ചേ എനിക്കെന്താ ഡ്രസ്സ് എടുക്കാത്തെ? ഉമ്മ പറയും 2 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ അല്ലേ. കുറച്ചൊക്കെ ബുദ്ധി ഉറച്ച മക്കളുണ്ടെങ്കിൽ പറയും ആ കീറാത്ത ഡ്രസ്സ് ഇട്ടോളാം. ഉമ്മാന്റെ വേദനയൊക്കെ തിരിച്ചറിയുന്ന മക്കളുണ്ടെങ്കിൽ, ചെറിയ മക്കൾക്ക് എന്നാലും നിരാശ തന്നെയല്ലേ. പെരുന്നാളിന്റെ നിസ്കാരത്തിലൊക്കെ ആദ്യം പോയി പെട്ടെന്ന് മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് തിരിച്ചു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കള് ആ പുതിയ വസ്ത്രത്തിന്റെ സ്റ്റിക്കർ പോലും പറിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അതൊരു കുഞ്ഞു കുട്ടികൾക്ക് അതൊക്കെ ഒരു ഗമയാണ് അല്ലേ. അത് കൊണ്ടുപോയിട്ട് പറിച്ച് വീണ്ടും ഒട്ടിച്ച്, ഇതൊന്നും ഇല്ലാത്തൊരു മക്കൾക്ക് വേണ്ടി ആ ഒരു സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയെങ്കിലേ നാളെ അയത്യമായ മക്കളൊന്ന് പുഞ്ചിരിക്കട്ടെ. തളർന്നു കിടക്കുന്ന മനുഷ്യന്മാരുടെ മക്കളൊന്ന് സന്തോഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് മേടിക്കുന്ന കൂട്ടത്തിലെ ഒരു ജോഡി ഡ്രസ്സ് ചങ്ങരംകുളത്തുനിന്ന് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു എന്നുള്ളത് ആരും അറിയാൻ പോണില്ല. അത്ര ഓരോ നാട്ടുംപുറത്തും കടകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന, നമ്മൾ ആ വീട്ടിൽ കൊടുക്കുന്ന ഒരു ടോക്കൺ മാത്രം അവര് പോകുന്നു, അവര് സെലക്ട് ചെയ്യുന്നു, ആ എമൗണ്ടിന് അവർ വാങ്ങിപ്പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മളും കടക്കാരും തമ്മിലുള്ള ടൈപ്പ് മാത്രം. അൽഹംദുലില്ലാ 1,00,000-ന് മേലെയാണ് നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ റമദാനുകളിലൊക്കെ നമ്മൾ പിരിച്ചത്. ഈ റമദാനിലും നമ്മളതുപോലെ എത്തിക്കണം. ഒരൊറ്റ കാര്യം കൂടെ പറയാം, അവസാന 10കളിലേക്ക് ഇറങ്ങാൻ നമ്മളും തീരുമാനിക്കണില്ല, സമൂഹത്തെ ഇറക്കാനും തീരുമാനിക്കണില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ അവസാന 10 ഇബാദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മളുടെ ആ വിഹിതം നമ്മൾ കൊടുത്ത് ഏൽപ്പിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കണേ, അള്ളാഹ് കബൂൽ ചെയ്യണേ. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ. അള്ളാഹു ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ. അള്ളാഹ് കിഡ്നി സംബന്ധമായ പ്രയാസം കൊണ്ട് ഒരു കിഡ്നി റിമൂവ് ചെയ്ത് മറു കിഡ്നിയുടെ ചികിത്സയും പ്രയാസങ്ങളുമായി ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്നവർ, കഴിഞ്ഞ ദിവസം പോലും ടെസ്റ്റിന് പോയി ദുആ ചെയ്യണേന്ന് വസിയത്ത് ചെയ്തവർ, അള്ളാഹുവേ ഖൈർ കൊടുത്ത് ഷിഫ ആജിൽ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് ഒരു മാസക്കാലത്തോളമായി ആക്സിഡന്റിൽപ്പെട്ട് കോമ സ്റ്റേജിലൂടെ കഴിയുന്ന ഞങ്ങളുടെ മറ്റൊരു സഹോദരൻ, ചങ്ങരകുളം പരിസരത്തുള്ള പൗട്ടപ്പുറ സ്വദേശി, അള്ളാഹുവേ ഷിഫ ആജിൽ നീ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ ഒരുപാട് ആളുകൾ പലവിധ വേദനകളിലൂടെ കഴിയുന്ന ആളുകളുണ്ട് റബ്ബേ. എല്ലാം അറിയുന്ന റബ്ബേ ഖൈർ നൽകി അനുഗ്രഹിക്കണേ. നമ്മളുടെ ഒരു ഉമ്മ
ഇന്ന് ഇവിടെ പറഞ്ഞ് ജുമയ്ക്ക് മുമ്പ് അവരുടെ മയ്യത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ, ഉമ്മാന്റെ ഖബർ ജീവിതം വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم تقبل منا صيامنا وقيامنا وركوعنا وسجودنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.